بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يهد الله فما له من مضل. أليس الله بعزيز ذي انتقام. ولئن سألتهم من خلق السماوات والأرض ليقولن الله. قل أفرأيتم ما تدعون من دون الله إن أرادني الله بضر هل هن كاشفات ضره أو أرادني برحمة هل هن ممسكات رحمته. قل حسبي الله عليه يتوكل المتوكلون. قل يا قوم اعملوا على مكانتكم إني عامل فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على عبده ورسوله محمد خاتم النبيين وعلى آله وصحبه وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയപ്പെട്ട വിശ്വാസിനികളെ 39-ാം അധ്യായമായ സൂറത്തു സുമറിലെ 36 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇന്നത്തെ ക്ലാസ്സിൽ 37 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു പഠിക്കാനും പകർത്താനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി മുഖ്ലിസുകളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ എല്ലാവരും പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 36-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു മതിയായവനല്ലേ, അള്ളാഹു പോരെ എന്ന ചോദ്യം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ അതുവരെ അവർ അള്ളാഹു അല്ലാത്ത പലരെയും ആരാധിക്കുകയും നേർച്ച വഴിപാടുകളും സഹായാർത്ഥനയുമൊക്കെ ആരാധനകൾ നടത്തിയവരായിരുന്നു അള്ളാഹു അല്ലാത്തവർക്ക്. അള്ളാഹു അല്ലാത്ത ഒരാളോടും നിങ്ങൾ ആരാധന സമർപ്പിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ എല്ലാത്തിനും മതിയായവൻ അള്ളാഹു മാത്രമുണ്ടായിരിക്കെ മറ്റൊന്നിലേക്കും നിങ്ങൾ തിരിഞ്ഞു പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഉപദേശിച്ചപ്പോൾ വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി, അള്ളാഹുവിന് പുറമെയുള്ളവരെ കൊണ്ട് നിന്നെ അവർ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അഥവാ അള്ളാഹു അല്ലാതെ ആരാധിക്കുന്ന ആ വസ്തുക്കളെയും വ്യക്തികളെയും കാണിച്ചുകൊണ്ട് അവരുടെ കുരുത്തക്കേടുകൾ ഉണ്ടാകും, അവരെ മോശമാക്കുകയാണ് മുഹമ്മദ്, അവരെ തള്ളിക്കളയുകയാണ് മുഹമ്മദ്. ഇതുവരെ നമ്മുടെ പൂർവീകരാകുന്നവരൊക്കെ ആരാധിച്ചത് ഇതിനെയല്ലേ, അതുകൊണ്ട് ഇവരുടെ കോപങ്ങളും ശാപങ്ങളും ഒക്കെ മുഹമ്മദിനുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്, അള്ളാഹു ഏതൊരാളെ വഴിവിഴവിലാക്കണം എന്ന് ഉദ്ദേശിച്ചുവോ അവനെ വഴികാട്ടുന്ന ഒരുവനും ലോകത്തില്ല. അള്ളാഹു ആരെ വഴികേടിലാക്കണം എന്നാണോ ഉദ്ദേശിച്ചത് അവർ വഴികേടിൽ തന്നെയായിരിക്കും. ആ വഴികേടിലാക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചവരെ നേർമാർഗത്തിലാക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ബാക്കി എന്നോണമാണ് 37-ാമത്തെ ആയത്ത്. വമൻ യഹ്ദില്ലാഹു ഫമാ ലഹു മിൻ മുദിൽ അലൈസല്ലാഹു ബിഅസീസിൻ ദിൻതിഖാം. വമൻ, ആരെയെങ്കിലും യഹ്ദില്ല, അള്ളാഹു മാർഗദർശനം നൽകിയാൽ, ആർക്കെങ്കിലും അള്ളാഹു തആല ഹിദായത്ത് നൽകിയാൽ, ഫമാ ലഹു, അപ്പോൾ അവനില്ല, മിൻ മുദിൽ, ഒരു വഴിവിഴപ്പിക്കുന്നവനും അവനില്ല തന്നെ. ആർക്കെങ്കിലും അള്ളാഹു മാർഗദർശനം നൽകണം, അവനെ ഹിദായത്തിലാക്കണം, അവനെ നന്നാക്കണം. ഇതുവരെ തോന്നിവാസങ്ങളിലൊക്കെ ആയിരുന്നു, തെറ്റുകളിലായിരുന്നു, ശിർക്കുകളിലായിരുന്നു, ബിദ്അത്തുകളിലൂടെ ജീവിച്ചവനാണ്. പക്ഷെ അവനെ നന്നാക്കണം, അവനിക്ക് ഹിദായത്ത് കൊടുക്കണം എന്നതാണ് റഹ്മാനായ റബ്ബ് തീരുമാനിച്ചതെങ്കിൽ ഫമാ ലഹു മിൻ മുദിൽ,
അവനെ വഴിപിഴപ്പിക്കുന്ന ഒരുവനും ഇല്ല. അവനെ വഴിപിഴപ്പിക്കുവാനും അവനെ തെറ്റിലേക്ക് കൊണ്ടുവരുവാനും ലോകത്തൊരാൾക്കും കഴിയില്ല. അല്ലാഹു അല്ലേ, അല്ലാഹു മതിയായവനല്ലേ, ബി അസീസിൻ, അവൻ പ്രതാപശാലിയാണ്. അലൈസല്ലാഹു ബി അസീസിൻ, അല്ലാഹു പ്രതാപശാലിയല്ലയോ. ദിൻതിഖാം, ശിക്ഷ നടപടി എടുക്കുന്നവനായ പ്രതാപശാലി അല്ലാഹു അല്ലയോ. എല്ലാവരുടെയും പേരിൽ ശിക്ഷാ നടപടി എടുക്കുന്നത്, നടപടി സ്വീകരിക്കുന്നത്, അതിനേറ്റവും പ്രതാപശാലിയായിട്ടുള്ളവൻ റഹ്മാനായ റബ്ബല്ലയോ എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മഹത്തായ ഒരു പാഠമുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു തന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് വരണമെന്ന്. ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ റസൂല് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. തനിക്ക് എല്ലാവിധ സംരക്ഷണങ്ങളും നൽകി, അള്ളാഹുവിന്റെ റസൂലിന് ഒരു പോറൽ പോലും ഏൽക്കാതെ എല്ലാവിധ സംരക്ഷണങ്ങളും നൽകിയ പ്രിയപ്പെട്ട മൂത്താപ്പ, ആ മൂത്താപ്പ ഇസ്ലാമിലേക്ക് വരണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചു. സക്രാത്തിന്റെ ഹാലിൽ, മരണവെപ്രാളത്തിൽ കിടക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിന്റെ റസൂൽ ചെന്നിട്ട് മൂത്താപ്പയോട് പറയുന്നുണ്ട്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ മൂത്താപ്പ. പക്ഷേ അള്ളാഹു ഹിദായത്ത് കൊടുക്കണ്ട എന്നതായിരുന്നു റഹ്മാനായ റബ്ബിന്റെ തീരുമാനം. ആ ഹിദായത്ത് കൊടുക്കണ്ട എന്ന് റഹ്മാനായ റബ്ബ് തീരുമാനിച്ച ആൾക്ക് അള്ളാഹു തആല ഹിദായത്ത് കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ഹിദായത്ത് കിട്ടിക്കൊള്ളണം എന്നില്ല. നോക്കൂ നിങ്ങൾ, ബദർ യുദ്ധത്തിൽ ഇസ്ലാമിന്റെ ശത്രുപാളയത്തിൽ ഉണ്ടായിരുന്ന ആളാണ് അബൂ സുഫിയാൻ, അല്ലേ? ഇസ്ലാമിനെ തകർക്കുവാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലായ്മ ചെയ്യുവാൻ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിം സമുദായത്തെ, സ്വഹാബത്തിനെ ഒരുപാട് വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്ത ആളാണ് ആര്? അബൂ സുഫിയാൻ. അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു. അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ പ്രയാസപ്പെടുത്തിയ, കൊലപ്പെടുത്തിയ വഹ്ശിക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തു. ഹിന്ദ് എന്ന പെണ്ണിന് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കണം എന്ന് റഹ്മാനായ റബ്ബ് തീരുമാനിച്ചാൽ അതിനെ തടയുവാൻ ലോകത്ത് ഒരാൾക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആയത്തിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. 38-ാമത്തെ ആയത്തിലും وَلَئِن سَأَلْتَهُم مَّنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ لَيَقُولُنَّ اللَّهُ. വലഇൻ സഅൽത, സഅല ചോദിച്ചു, സഅൽത നീ ചോദിച്ചു, ലഇൻ സഅൽത നീ ചോദിച്ചുവെങ്കിൽ, നീ ചോദിച്ചാൽ, ഹും അവരോട്, ആരോട്? അൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളോട് നീ ചോദിച്ചാൽ, എന്ത് ചോദിച്ചാൽ? മൻ ആരാണ് ഖലഖ സൃഷ്ടിച്ചത്, അസ്സമാവാത് ആകാശങ്ങളെ, വൽ അർള ഭൂമിയെയും, ആകാശവും ഭൂമിയും ഒക്കെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് മുശ്രിക്കുകളോട് ചോദിച്ചാൽ എന്തായിരിക്കും അവരുടെ മറുപടി? ലയഖൂലുന്ന, തീർച്ചയായും അവർ പറയും, തീർച്ചയായും അവർ പറയുക തന്നെ ചെയ്യും. എന്താ മറുപടി പറയാ? അല്ലാഹ്, അല്ലാഹുവാണ് എന്ന മറുപടിയായിരിക്കും അവർ പറയാ. അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതിന്റെ പേരിൽ ഭയപ്പെടുത്തിയ ആ മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കുക, മൻ ഖലഖ സമാവാതി വൽ അർദ്, ആരാണ് ആകാശങ്ങളെ, ഏഴാകാശങ്ങളെ പടച്ചത്? ആരാണ് ഭൂമിയെ പടച്ചത്? ആരാണ് ലോകം നിയന്ത്രിക്കുന്നത്? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ കൃത്യമായ ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിപ്പിക്കുന്നത് ആരാണ്? ആകാശലോകത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് ആരാണ്? ഈ ചോദ്യങ്ങളൊക്കെ മക്കയിലെ മുശ്രിക്കുകളോട്, അബൂജാഹിലിനോടും മുത്ബത്തിനോടും ഷൈബത്തിനോടും ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന ആളുകളോട് ചോദിച്ചാൽ അവരുടെ മറുപടി അല്ലയാ പറയണത്, ലയഖൂലുന്നല്ലാഹ്, അല്ലയാണ് എന്ന മറുപടിയായിരിക്കും അവർ പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ അംഗീകരിച്ചവരായിരുന്നു. യഅ്തരിഫൂന, അവർ അറിഞ്ഞവരായിരുന്നു, അവർ മനസ്സിലാക്കിയിരുന്നു, ബി അന്നല്ലാഹ അസ്സ വജല്ല ഹുവൽ ഖാലിഖു ലിൽ അശ്യാഇ കുല്ലിഹാ, ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നത്, അതിനെ പരിപാലിക്കുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത് റഹ്മാനായ, ഏകനായ, ഒരുവനായ അല്ലാഹു മാത്രമാണ്. അതിൽ മറ്റൊരാൾക്കും ഒരു പങ്കുമില്ല എന്ന് യഅ്തരിഫൂൻ, അവർ മനസ്സിലാക്കിയിരുന്നു എന്ന് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ എഴുതി വെച്ചതായി കാണാം. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ പോലും ആകാശം പടച്ചത്, ഭൂമി പടച്ചത്, എല്ലാം നിയന്ത്രിക്കുന്നത് റഹ്മാനായ റബ്ബാണ് എന്ന കാര്യം അംഗീകരിച്ചിരുന്നു. പക്ഷേ ഇന്ന് മുസ്ലിമീങ്ങളാണെന്ന് പറയപ്പെടുന്ന, സുന്നത്തി ജമാഅത്തിന്റെ കുത്തക അവകാശപ്പെടുന്ന ആളുകൾക്ക് മക്കയിലെ മുശ്രിക്കുകളുടെ ഈ വിശ്വാസം പോലും ഇല്ല എന്നത് ഏറെ ഖേദകരമാണ്. അള്ളാഹു മാത്രമാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചെങ്കിൽ ഇന്നത്തെ കനേഷുകുമാരി മുസ്ലിമീങ്ങളാകുന്ന ആളുകളോട് ചോദിക്കുക, ആരാ ലോകം നിയന്ത്രിക്കുന്നത്? അള്ളാഹുവാണെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാനുള്ള ഈമാൻ പോലും ഇല്ല. മമ്പത്തെ തങ്ങളാണോ ലോകം നിയന്ത്രിക്കുന്നത്? ഔലിയാക്കളാണ് ലോകം നിയന്ത്രിക്കുന്നത്? അതേ പ്രകാരം മടവൂർ ശേഖാണ് ലോകം നിയന്ത്രിക്കുന്നത്? ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് ആ ലോകത്തിൽപ്പെട്ടതാണല്ലോ ആകാശവും ഭൂമിയും ഒക്കെ. ലോകം തന്നെയും നിയന്ത്രിക്കുന്നത്
മടവൂരാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു സാധാ മനുഷ്യനായി ജനിക്കുകയും മരണപ്പെടുകയും ചെയ്ത, സ്വന്തം ഒരു കുടുംബത്തിനെ പോലും നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന, സ്വന്തം ഭാര്യയെ പോലും നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന, ഒരു നാട് പോലും നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന, സ്വന്തം ശരീരത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന ഒരു മനുഷ്യനാണ് ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് എന്ന് വാദിക്കുകയും അതിനുവേണ്ടി വേദി കെട്ടുകയും അത് വിശ്വസിക്കുകയും പാവപ്പെട്ട സമുദായത്തെ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഈ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം പോലും ഇന്നത്തെ കാലത്ത് പല ആളുകൾക്കും ഇല്ല എന്നത് പ്രിയപ്പെട്ടവരെ ഏറെ ദുഃഖകരമാണ്. അതുകൊണ്ട് അറിയുക, ഒന്നാമത്തേത് മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിച്ചിരുന്നു. അതോടൊപ്പം ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന ചോദ്യത്തിന് അവർക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അല്ലാഹ് എന്ന് പറയാം. ഇന്നത്തെ ആളുകൾക്ക് അതിലും സംശയമാണ്. തുടർന്ന് അല്ലാഹു തആല പറയുന്നത്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല. അവർ അല്ലാഹുവാണെന്ന് പറയും. എന്നിട്ടും അവർ മുശ്രിക്കുകളായി, എന്നിട്ടും അവർ നരകത്തിന്റെ വാക്താക്കളായി, എന്നിട്ടും അവർ നരകത്തിന്റെ വിറകുകളായി, അവർ ശാശ്വതരായി നരകത്തിലാണെന്ന് പറഞ്ഞു. ആ ആളുകളോട് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്ന് പറഞ്ഞ സമൂഹത്തോട് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും യുദ്ധം ചെയ്തു. എന്തിനു വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ? എന്തിനാണ്? അള്ളയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിച്ച എന്ന് പറയുന്ന ആ മക്കയിലെ മുശ്രിക്കുകളോട് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നിരവധി യുദ്ധങ്ങൾ ചെയ്തത്? അതിന്റെ കാരണമാ തുടർന്ന് പറയുന്നത്. എന്താണ്? ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് നിയന്ത്രിക്കുന്നതുമല്ല അല്ലാഹുവാണ് എന്ന് പറഞ്ഞിട്ടും അവരെന്ത് ചെയ്തു? ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, നബിയേ, അല്ലാഹുവാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന് പറയുന്ന ആ സമൂഹത്തോട് നിങ്ങൾ ചോദിക്കുക നബിയേ, ഖുൽ പറയുക, അഫറഅയ്തും, എന്നിരിക്കെ നിങ്ങൾ കണ്ടുപോ, ഒന്ന് പറഞ്ഞു തരൂ ആളുകളെ, മാ തദ്ഊന, നിങ്ങൾ വിളിക്കുന്നവയെ, മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ധാരാളം ആളുകളെ നിങ്ങൾ വിളിക്കുന്നു, അവരെ നിങ്ങൾ ആരാധിക്കുന്നു, അതിന് നേർച്ച വഴിപാടുകൾ കൊടുക്കുന്നു. പലതിനുമുണ്ട്, പലർക്കുമുണ്ട്. അല്ലാഹുവിന് പുറമെ പലതിനെയും നിങ്ങൾ ആരാധിക്കുമ്പോ ആ ആരാധന അർപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇൻ അറാദനി അല്ലാഹ്, അല്ലാഹു എനിക്ക് ഉദ്ദേശിച്ചാൽ, അറാദ ഉദ്ദേശിച്ചു, അറാദനി എനിക്ക് ഉദ്ദേശിച്ചു, ഇൻ അറാദനി എനിക്ക് ഉദ്ദേശിച്ചാൽ, അല്ലാഹു ഉദ്ദേശിച്ചു, ബിളുരിൻ, വല്ല ഉപദ്രവങ്ങളും ഉണ്ടാകണം, വല്ല വേദനകളും വല്ല കെടുതികളും ഉണ്ടാകണം എന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന, അവയാണോ, കാശിഫാത്തുൻ, നീക്കം ചെയ്യുവാൻ കഴിയുമോ, ലുർരിഹി, അവന്റെ ഉപദ്രവത്തെ. റഹ്മാനായ റബ്ബ് എനിക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്തണം എന്ന് റഹ്മാനായ റബ്ബ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപദ്രവങ്ങളെ തട്ടി നീക്കുവാൻ, കാശിഫാത്ത്, അതിനെ നീക്കം ചെയ്യുവാൻ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ വിളിച്ചു തേടുന്ന, നിങ്ങൾ നേർച്ചകളും വഴിപാടുകളും കൊടുക്കുന്ന, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബലമേൽപ്പിക്കുന്ന അള്ളാഹുവിന് പുറമെയുള്ള ഈ ഏതെങ്കിലും വ്യക്തികൾക്ക്, ഏതെങ്കിലും ശക്തികൾക്ക് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഉപദ്രവത്തെ എടുത്തിക്കളയുവാൻ, നീക്കിക്കളയുവാൻ കഴിയുമോ എന്ന് അവരോട് ചോദിക്കുക നബിയെ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു തആല പറയാ. തുടർന്ന് വീണ്ടും പറയുന്നു, ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി, വീണ്ടും അവരോട് ചോദിക്കുക, ഔ അറാദനി, അല്ലെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് ഉദ്ദേശിച്ചു, ബിറഹ്മ, എന്തെങ്കിലും ഒരു കാരുണ്യം കിട്ടണം, എനിക്ക് എന്തെങ്കിലും ഒരു കാരുണ്യം, ഏതെങ്കിലും ഒരു അനുഗ്രഹം ചെയ്തു തരണമെന്ന് എന്റെ റഹ്മാനായ റബ്ബ് അങ്ങ് ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന, അവയാണോ, അവ എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിന് പുറമെ ആരൊക്കെ എന്തിനെയൊക്കെയോ നിങ്ങൾ വിളിച്ചു തേടുന്നുണ്ടോ അവർക്ക് ആർക്കെങ്കിലും കഴിയുമോ, മുംസികാത്തുൻ, പിടിച്ചു നിർത്തുവാൻ, റഹ്മതിഹി, അള്ളാഹുവിന്റെ കാരുണ്യത്തെ പിടിച്ചു നിർത്തുവാൻ ആർക്കെങ്കിലും കഴിയോ? എനിക്ക് എന്തെങ്കിലും ഒരു നന്മ തരണമെന്ന് എന്റെ റബ്ബ് തീരുമാനിച്ചാൽ ആ റബ്ബിന്റെ നന്മയെ, ഏതെങ്കിലും ഒരു ചെറിയ നന്മയെങ്കിലും, അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാരുണ്യത്തെയെങ്കിലും തടഞ്ഞു വെക്കുവാൻ, അത് കൊടുക്കണ്ട അവന് എന്ന് പറയാൻ നിങ്ങൾ വിളിച്ചു തേടുന്ന ആർക്കെങ്കിലും കഴിയുമോ എന്ന വെല്ലുവിളി അവരുടെ മുമ്പിൽ ഉയർത്തുക നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാ. എന്നിട്ട് നബിയോട് പറയാ, കുൽ, നബിയെ തങ്ങൾ പറയുക നബിയെ, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ നാഥൻ മതി, ഹസ്ബി, എനിക്ക് മതിയായവനാണ് അല്ലാഹ്, അല്ലാഹു തന്നെ എനിക്ക് മതിയായവനാണ്. എന്റെ റബ്ബ് ഏതെങ്കിലും ഒരു നന്മ ഉദ്ദേശിച്ചാൽ ആ നന്മകളെ ഇല്ലാതെയാക്കുവാനോ, അല്ലാഹു എനിക്ക് തീരുമാനിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു തിന്മയെ, ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടിനെ, അതിനെ ഇല്ലാതെയാക്കുവാനോ അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന, നിങ്ങൾ ആരാധിക്കുന്ന ഒരു ശക്തികൾക്കും ഒരു വ്യക്തികൾക്കും കഴിയില്ല. അതുകൊണ്ട് ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ നാഥൻ മാത്രം മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, എന്റെ കാര്യങ്ങളെല്ലാം ഭാരമേൽപ്പിക്കുവാൻ എന്റെ റഹ്മാനായ റബ്ബ്, അലൈഹി, അവന്റെ മേൽ, യതവക്കലൂൻ, ഞാൻ ഭാരമേൽപ്പിക്കുന്നു. അൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർ എല്ലാവരും ആ റഹ്മാനായ റബ്ബിന്റെ മേൽ ഭരമേൽപ്പിക്കട്ടെ എന്ന് പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയാൻ. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ആരാണ് എന്ന്
അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ അല്ലാഹു എന്നാണ് ഉത്തരം നൽകുക എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, നബിയെ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അല്ലാഹു വല്ല ഉപദ്രവത്തെയും എനിക്ക് ഉദ്ദേശിച്ചാൽ അവന്റെ ഉപദ്രവങ്ങളെ നീക്കിക്കളയുന്നവയോ, അല്ലെങ്കിൽ എനിക്ക് അല്ലാഹു വല്ല കാരുണ്യത്തെയും ഉദ്ദേശിച്ചാൽ അവന്റെ കാരുണ്യങ്ങളെ പിടിച്ചു വെക്കുന്നവയോ ആയ അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരാളെ കുറിച്ച്, ഏതെങ്കിലും ഒരു ശക്തിയെ കുറിച്ച് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്നൊന്ന് ചോദിച്ചു നോക്കുക. അഥവാ അതിനാർക്കും കഴിയില്ല. നിങ്ങൾ വിളിച്ചു തേടുന്ന ഒരാൾക്കും അള്ളാഹു ഉദ്ദേശിച്ച ഏതെങ്കിലും ഒരു നന്മയെയോ തിന്മയെയോ തടുക്കുവാനോ ഇല്ലാതെയാക്കി കളയാനോ കഴിയില്ല. അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമാണ് നടക്കുക. അതുകൊണ്ട് നബിയെ പറയണം അവരോട്, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. വിശ്വാസികളെ, നമുക്കും അത് പറയാൻ കഴിയണം. എനിക്കെന്റെ നാഥൻ മാത്രം മതി എന്ന് പറയാൻ കഴിയണം. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർ അല്ലാഹുവിന്റെ മേൽ മാത്രം ഭരമേൽപ്പിക്കുന്നവരാകട്ടെ. അല്ലാഹുവിന്റെ മേൽ മാത്രമേ വിശ്വാസികളാകുന്ന ആളുകൾ ഭരമേൽപ്പിക്കുകയുള്ളൂ. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ശക്തികളിലോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ജാറങ്ങളിലോ, ഏതെങ്കിലും മൈക്കല്ലുകളിലോ, അതല്ലെങ്കിൽ വാഹനങ്ങളിലും വീടുകളിലും തൂക്കിയിട്ടിരിക്കുന്ന ഏതെങ്കിലും പണിക്കരോ തങ്ങന്മാരോ തന്നിട്ടുള്ള ഏതെങ്കിലും കുപ്പികളിലോ ഏലസുകളിലോ ഒന്നും അവരുടെ കാര്യങ്ങൾ അവർ ഭരമേൽപ്പിക്കുകയില്ല. യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്ന വിശ്വാസികൾ എല്ലാം റഹ്മാനായ റബ്ബിൽ ഭരമേൽപ്പിക്കാൻ കഴിയണം. അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ നടക്കുള്ളൂ. അതിനെ ഇല്ലാതെയാക്കാൻ, അതിനെ തട്ടിമാറ്റാൻ ഏതെങ്കിലും സാഹിര്യങ്ങളുടെ സിഹറ് കൊണ്ടോ ഏതെങ്കിലും പണിക്കന്മാരുടെ ഏലസുകൾ കൊണ്ടോ കുപ്പികൾ കൊണ്ടോ കഴിയില്ല എന്ന കൃത്യമായ വിശ്വാസം വിശ്വാസികളാകുന്ന ആളുകളുടെ മനസ്സുകളിൽ രൂഢമൂലമാകേണ്ടതുണ്ട്. അതാണ് വിശ്വാസം. അത് പറയണം അവരോട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ വിശ്വാസം അതിനെ കൃത്യമാക്കാൻ, അതിനെ ശക്തമാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. തുടർന്ന് 39-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുക, അല്ലാഹുവിന്റെ റസൂലെ പറയുക അവരോട്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള അവർ, ഇതെല്ലാം വിശ്വസിച്ചിട്ടുള്ള അവർ അള്ളാഹുവിന് പുറമെയുള്ളവരെ ആരാധിക്കുന്നു, തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. അള്ളാഹു അല്ലാത്ത ശക്തികളെയും വ്യക്തികളെയും ആരാധിക്കുകയും സഹായാർത്ഥന നടത്തുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റസൂലെ അവരോട് പറയേണ്ട ഒരു വാചകമുണ്ട്. എന്താണ് ആ വാചകം? ഖുൽ യാ ഖൗമി അഅ്മലൂ അലാ മകാനതികും ഇന്നി ആമിൽ ഫസൗഫ തഅലമൂൻ. നബിയെ പറയുക, യാ ഖൗമി, എന്റെ സമൂഹമേ അഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾ ചെയ്തു കൊള്ളുക, അലാ മകാനതികും, നിങ്ങളുടെ നിലപാടുകൾ എന്താണോ ആ നിലപാടനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ആകാശങ്ങളെയും ഭൂമിയൊക്കെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടും ആ റബ്ബിനെ മാത്രം ആരാധിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ, ഇഅ്മലൂ അലാ മകാനതികും, നിങ്ങളുടെ നിലപാടനുസരിച്ചുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ പ്രവർത്തിക്കുക. ഇന്നി ആമിലുൻ, തീർച്ചയായും ഞാൻ ആമിലുൻ, പ്രവർത്തിക്കുന്നവനാണ്. എന്റെ നിലപാടനുസരിച്ചുകൊണ്ട്, എന്റെ റബ്ബനോട് പറഞ്ഞതനുസരിച്ചുകൊണ്ട്, റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് ആ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. അതാണ് എന്റെ നിലപാട്. നിങ്ങളുടെ നിലപാട് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കണം എന്നതാണെങ്കിൽ ആ നിലപാടനുസരിച്ചുകൊണ്ട് നിങ്ങൾ പോയിക്കൊള്ളുക. പക്ഷേ ഫസൗഫ തഅലമൂൻ, ഫസൗഫ, വഴിയെ, ശേഷം, തഅമലൂൻ, നിങ്ങൾക്ക് അറിയാം. ഇന്നൊന്നും അതിന്റെ ഭവിഷ്യത്ത്, അതിന്റെ ശിക്ഷയും അതിന്റെ ഗൗരവം, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടിയാലുണ്ടാകുന്ന ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകൂല. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടൂല. നിങ്ങളുടെ നിലപാടുകൾ എന്താണോ, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കണം, അവരെ വിളിച്ചു തേടി, അവരെ സഹായം തേടി, അവർക്ക് അവരുടെ പേരിൽ മാലയും മൗലീദൊക്കെ ഓതി, അതാണ്, അതിനനുസരിച്ചു കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആ ഐക്കൊള്ളൂ എന്ന് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകളോട് നമുക്കും പറയാനുള്ളത്. നിങ്ങളുടെ നിലപാടനുസരിച്ച് കൊണ്ട്, ഇതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിലപാടനുസരിച്ച് എന്താണോ നിങ്ങളുടെ നിലപാട് അതിനനുസരിച്ച് കൊണ്ട് നിങ്ങൾ പോവുക. പക്ഷേ ഞങ്ങളുടെ നിലപാട് അല്ലാഹു പറഞ്ഞതാണ്, പ്രവാചകന്മാര് പഠിപ്പിച്ചു തന്നതാണ്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്നത് എന്താണ്? ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ ആരാധന സമർപ്പിക്കുകയുള്ളൂ എന്നതാണ് എന്റെ നിലപാട്, നമ്മുടെ നിലപാട്. ആ നിലപാടനുസരിച്ച് കൊണ്ട് നമുക്കും പോകാം. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന, വിളിച്ചു തേടുന്നവരോട് പറയാനുള്ളത്, അള്ളാന്റെ റസൂല് പറഞ്ഞതാ, ഫസൗഫ തഅലമൂന, ശേഷം ഒരു ലോകമുണ്ട്, അന്ന് നിങ്ങൾ അറിയും. ഇന്ന് മനസ്സിലാകൂല, അന്ന് മനസ്സിലാകും. എന്ത്? പിന്നീട് തഅലമൂന, നിങ്ങൾ അറിയും. മൻ ആരാണ് യഅതീഹി അദാബ്, മൻ ആരാണ് യഅതീഹി, അവന് വന്നെത്തുക, അദാബു യുഖ്സിഹി, അവനെ അപമാനപ്പെടുത്തുന്ന, അവനെ വഷളാക്കുന്ന ശിക്ഷ ആർക്കാണ് വരിക എന്നത് ശേഷം നിങ്ങൾ അറിയാൻ പോകുന്നു. അദാബു യുഖ്സിഹി, അവനെ അപമാനപ്പെടുത്തുന്ന ശിക്ഷ. അഥവാ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകൾ തീർച്ചയായും അവർ അറിയേണ്ട, ഫസൗഫ തഅലമൂൻ, ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാലമുണ്ട്. ഫസൗഫ തഅലമൂൻ, വഴിയെ ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും. അപമാനപ്പെടുത്തുന്ന, അവരെ അപമാനപ്പെടുത്തുന്ന ശിക്ഷ അവർക്ക് വന്നെത്തും. വയഹില്ലു അലൈഹി,
വയഹില്ലു അലൈഹി അവന്റെ മേൽ ഇറങ്ങി വരികയും ചെയ്യും അദാബും മുഖീം എന്നെന്നും നിലനിൽക്കുന്ന അവർക്കോ അവർ വിളിച്ചു പ്രാർത്ഥിച്ചവർക്കോ ഒരു നിലക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധമുള്ള എന്നും നിലനിൽക്കുന്ന ശിക്ഷ അവന്റെ മേൽ ഇറങ്ങി വരികയും ചെയ്യും എന്ന കാര്യം ശേഷം അവർക്ക് മനസ്സിലാകും എന്ന കാര്യം നബിയെ സമൂഹത്തോട് പറയണം എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും ഓർമ്മപ്പെട്ട അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന സഹായാർത്ഥനകൾ നടത്തുന്ന മമ്പത്തെ തങ്ങളെ, മുഹിദ്ദീൻ ഷേഖെ, കാക്കണെ, മാലകളിലൂടെ മൗലീദുകളിലൂടെ ഇവരെ ആരാധിക്കുന്ന വിളിച്ചു തേടുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ള മറുപടി ഇതാണ്: അഅ്മലു അലാ മകാനതികും ഇന്നി ആമിൽ. നിങ്ങളുടെ നിലപാട് അതാണെങ്കിൽ പരിശുദ്ധമായ ഖുർആനിനും ആയത്തിനും ഹദീസുകളും ദുർവ്യാഖ്യാനിച്ച് അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ച് നരകത്തിലെത്തണം എന്നതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ ആ നിലപാടനുസരിച്ചുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ. ഇന്നി ആമിലുൻ. പക്ഷെ അള്ളാഹ് ഞങ്ങളോട് പറഞ്ഞതിനനുസരിച്ച്, അള്ളാന്റെ റസൂല് പറഞ്ഞതിനനുസരിച്ച് ലോകത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വന്ന മുഴുവൻ പ്രവാചകന്മാരും അള്ളാഹുവിനോട് മാത്രം സഹായാർത്ഥന നടത്തിയവരായിരുന്നു, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചവരായതുകൊണ്ട് ഞങ്ങളും ആ നിലപാടിനനുസരിച്ചുകൊണ്ട് ഞങ്ങളും പോകുന്നു. പക്ഷേ ഇനിയുള്ള ഒരു ലോകമുണ്ട്. ഇതോടുകൂടെ തീരില്ല. ഭൗതികമായ ജീവിതത്തിൽ തന്നെ അപമാനപ്പെടുത്തുന്ന ശിക്ഷ വന്നെത്തുക തന്നെ ചെയ്യും. ഇങ്ങനെ ധിക്കാരികളും പോക്കിരികളുമായ പല ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടിയെ കുറിച്ചാണ് മയ്യാതിഹി അദാബു യുഖ്സിഹി എന്ന് പറഞ്ഞത്. ദുനിയാവിൽ നിന്ന് തന്നെ അപമാനിതരാക്കുന്ന ശിക്ഷ വന്നെത്തും. അതേപോലെ വയഹില്ലു അലൈഹി അദാബും മുഖീം, തന്റെ മേൽ സ്ഥിരമായി നിലനിൽക്കുന്ന ശിക്ഷ വന്നിറങ്ങുകയും ചെയ്യുന്നത് ആർക്കാണ് എന്ന് പറഞ്ഞ ആ രണ്ടാമത്തെ ശിക്ഷ അത് നാളെ പരലോകത്തിലെ ശിക്ഷയാണ്. ആ അപമാനവും ദുനിയാവിലെ അപമാനവും നാളെ ശാശ്വതമായ പരലോകത്തെ നരകമാകുന്ന ശിക്ഷയും ഒക്കെ ഉണ്ടാവുക തീർച്ചയായും ആർക്കാണ് എന്ന് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു ദിവസം ഉണ്ട് എന്ന താക്കീതോടുകൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ തൗഹീദ് പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ് സൂറത്ത് സുമർ. ആ തൗഹീദിന്റെ ഗൗരവമാണ് ഈ ആയത്തുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തൗഹീദ് പ്രമാണമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രമാണമാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത് ഏറെ ശക്തമാണ്. ആ അല്ലാഹുവിനെ മാത്രം എന്ന മാത്രത്തിൽ നിന്ന് മറ്റേതെങ്കിലും ചിന്തയുടെ പേരിൽ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടായാൽ നരകം ശാശ്വതമാകും. അതോടൊപ്പം ഭൗതികമായ ജീവിതത്തിൽ വഷളാക്കലുകളും പരിഹാസങ്ങളും അതേ പ്രകാരം അപമാനങ്ങളും സഹിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പും ഈ ആയത്തിൽ നൽകുന്നു. പഠിക്കാനും പകർത്തുവാനും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഷളാക്കുന്നതിൽ നിന്ന്, അപമാനപ്പെടുത്തുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു